ICSE CBSE സിലബസ് വെച്ച് പഠിച്ച് 10th വരെയുള്ള ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികളെ രക്ഷിതാക്കൾ പൊതുവെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കേരള സിലബസോട് കൂടിയ ഗവൺമെൻറ് സ്കൂളുകളിലേക്കാണ് അഡ്മിഷൻ നോക്കാറ്. പക്ഷേ ആ ഒരു ട്രെൻഡ് അത് മാറി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിന് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ ആ ഒരു ഒഴുക്ക്, അതായത് CBSE ICSE സിലബസിൽ നിന്ന് കേരള സിലബസ് ഹയർ സെക്കൻഡറിയിലേക്കുള്ള ഒരു ഒഴുക്ക് എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ചില കണക്കുകളുമുണ്ട്. സോ 2020 51.65, അതായത് 50% മുകളിൽ ഉള്ള കുട്ടികൾ ഇതുപോലെ CBSE സിലബസിൽ നിന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടി കേരള സിലബസിൽ വന്നിരുന്നു. അത് 2021 ആകുമ്പോൾ 48.43%, അതായത് 50% താഴെ വരുന്നു. 2022 ആകുമ്പോൾ 43.33%, 2023 42.04%, 2024 ആകുമ്പോൾ 32.43% മാറുന്നു. അതായത് 51.65% നിന്ന് 32.43% എന്ന ഗണ്യമായ ഒരു കുറവാണ് CBSE സിലബസിൽ നിന്ന് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി സിലബസിലേക്ക് കുട്ടികൾ വരുന്ന ഒഴുക്ക് കുറഞ്ഞിട്ടുള്ളത്. ICSE സിലബസിൻ്റെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് സിറ്റുവേഷൻ. 2020 46.95% ആയിരുന്നു, 2021 47.03% ആണ്, 2022 46.74% ആണ്, 2023 41.21% ആണ്, 2024 ആകുമ്പോൾ അത് 31.72% ആയി മാറുന്നു. അതായത് ഇവിടെയും ആ ഒരു മാറ്റം വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റും. ഒരു നെഗറ്റീവ് ഓവർഫ്ലോ ആണ് കാണുന്നത്. സോ ഇങ്ങനെ CBSE ICSE സിലബസ് പഠിച്ച കുട്ടികൾ 10th കഴിഞ്ഞ് +1 +2ലേക്ക് കേരള സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറി ചേക്കേറുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. മെയിൻ റീസൺ എന്നുള്ളത് ഒന്ന്, അതിൻ്റെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായി കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റും എന്ന കാര്യം തന്നെയാണ്. കൂടാതെ +1 +2 എന്ന കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസും ആ പഠിക്കുന്ന രീതിയും മാർക്ക് നൽകുന്ന രീതിയൊക്കെ അല്പം ടഫായിരുന്നു. സോ അവിടെ പഠിച്ച കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ നേടാനും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂടുതൽ മാർക്ക് നേടാനൊക്കെയുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന അവസ്ഥ എന്നുള്ളത് ഇതുപോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് കേരള സ്റ്റേറ്റ് ബോർഡിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. മറിച്ച് CBSEയും ICSE സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷന്, ഉയർന്ന വിദ്യാഭ്യാസത്തിന് സാധ്യത കൂടി വരുന്നു. പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾക്ക് ഒരു യൂണിഫോം എൻട്രൻസ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം എൻജിനീയറിംഗ് പോലുള്ള കോഴ്സുകൾക്ക്, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് നീറ്റ്, കീം പോലുള്ള എക്സാമിനേഷൻസിൽ ഒബ്വിയസ്ലി CBSE ICSE പഠിച്ച ആ സിലബസ് വെച്ച് പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വരുന്നു. മോർ ദാൻ സ്റ്റേറ്റ് ബോർഡ്, അതായത് കേരള സ്റ്റേറ്റ് ബോർഡിനേക്കാളും കൂടുതൽ ഒരു അവസ്ഥ വരുന്നു, കൂടുതൽ ചാൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ സർക്കാരല്ല കൊടുക്കുന്നത്, പക്ഷേ സർക്കാരിൻ്റെ നയങ്ങളിൽ ഈ ഒരു മാറ്റം വന്നതോടുകൂടി വാരിക്കോരി മാർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന ഒരു ചെറിയ ഒരു പ്രചരണവുമുണ്ട്. സോ ഏതായിരുന്നാലും ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെയാണ്. സോ ഈ കാരണത്താൽ പല കുട്ടികളും 10th കഴിഞ്ഞും +1 +2യിലേക്കും CBSE ICSE സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വേറൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് നമ്മുടെ കേരളത്തിൽ ഡിസേർവ് ചെയ്യുന്ന സീറ്റ്സ് അവൈലബിൾ അല്ല എന്നുള്ളതും കൂടിയാണ്. അതായത് കുട്ടികൾ എത്രയാണോ 10th കഴിഞ്ഞ് പാസ്സായി പുറത്തു വരുന്നത് അതിനനുസരിച്ച് ഉള്ള നമ്പർ ഓഫ് സീറ്റ്സ് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമായി മാറുന്നു. പിന്നെ ഈയിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് വന്ന ചില മാറ്റങ്ങളും അതിന് കാരണമായേക്കാം. അതായത് 8th 9th 10th +1 +2 ഇതൊക്കെ ചേർത്ത് ഒറ്റ ഒരു ഡിവിഷനാക്കാൻ പോകുമ്പോൾ 10th കഴിഞ്ഞ് +1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ഫ്ലോ കുറയും. കാരണം 7th കഴിഞ്ഞ് തന്നെ അഡ്മിഷൻ എടുക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ ബെറ്റർ ടു കണ്ടിന്യൂ ഇൻ CBSE അല്ലെങ്കിൽ ICSE എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ചിലപ്പോൾ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യമാകാം. കൂടുതൽ ഏണിംഗ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രക്ഷിതാക്കൾ കൂടുതൽ കാശ് ചെലവഴിക്കാൻ പ്രാപ്തരാണ്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവർ CBSE ICSE സിലബസിൽ തന്നെ കുട്ടികൾ പഠിച്ചോട്ടെ എന്ന ഒരു കാര്യം ചിലപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ടാകാം. ഏതായിരുന്നാലും പല കാരണത്താൽ ആകെ തുക എന്നുള്ളത് നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസ് പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 +2ലേക്ക് CBSE ICSE സിലബസ് പഠിച്ച കുട്ടികളുടെ ഫ്ലോ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സോ ആസ് എ പാരൻറ്റ് ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നിങ്ങളുടെ ചോയ്സ് എന്താണ്? CBSE ആണോ നല്ലത്? ICSE ആണോ നല്ലത്? അതല്ല കേരള സ്റ്റേറ്റ് ബോർഡാണോ നല്ലത്? ഫോർ യുവർ വാട്ട്? അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ സിലബസ് വെച്ച് +1 പഠിക്കുന്നത് നല്ലതാണോ? ഇഫ് യു ആർ ഫ്രം CBSE അല്ലെങ്കിൽ ICSE സിലബസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.